ക്രൈസ്റ്റ് ഇസ് ദ വിക്ടർ ആൻഡ് ഹോളി സ്പിരിറ്റ് ഈസ് ദ സീൽ. അല്ലേ, പരിശുദ്ധാത്മാവ് ഒരു മുദ്രയായിട്ടും നമുക്കവിടെ കാണുന്നു. ആൻഡ് ഈ ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു മറഞ്ഞു കിടക്കുന്ന ഒരു സംഭവമുണ്ട്. ദ മിസ്റ്ററി ഓഫ് യൂണിറ്റി ഇൻ ക്രൈസ്റ്റ് ത്രൂ സ്പിരിറ്റ്. ക്രിസ്തുവിലൂടെ ഉള്ള ഈ ഒന്നിച്ചാകുന്ന ആ ഒരു യൂണിറ്റിയുടെ മിസ്റ്ററി, ആ അധ്യായം മുഴുവനും കൂടെ പഠിച്ചാലേ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ വേഴ്സ് എടുത്ത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ലെങ്കിൽ പോലും ആ ഒരു യൂണിറ്റി നമുക്ക്, ആ ഒരു മർമ്മം ഈ ഒരു അധ്യായത്തിൽ വെളിപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ലെറ്റ്സ് ജംപ് ഇൻ ടു ചാപ്റ്റർ 5. ദ ബിലീവേഴ്സ് സ്പിരിറ്റ് ഫിൽഡ് ലിവിങ്. ഒരു വിശ്വാസി എങ്ങനെ ആത്മനിറവോടെ ജീവിക്കാമെന്നുള്ളത് ഈ 5ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പ്രോഗ്രസ് ഇൻ ലവ്, ഷൈനസ്, ലൈറ്റ് ബെയറേഴ്സ്, പെർസ്യൂ ഗോഡ്സ് വിൽ, മെയിൻറ്റെയിൻ ദ ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, കണ്ടക്ട് ഓൾ റിലേഷൻഷിപ്പ് ഇൻ ഗോഡ്സ് ഓർഡർ. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഇവിടെ പറയുന്നത് 5ാം അധ്യായത്തിൻ്റെ 27ാം വാക്യത്തിൽ ചർച്ച് ഈസ് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. സോ ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. Church is the temple of God. Church is the mystery of God. Church is the new man in Christ. And church is the bride of Christ. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ഹല്ലേലൂയ. ഇവിടെ ക്രിസ്തുവിനെ നമുക്ക് ദ മോഡൽ ഹസ്ബൻഡായിട്ട് കാണാൻ കഴിയും. ഹോളി സ്പിരിറ്റ് ഈസ് ദ ഡ്വെല്ലർ. ഹല്ലേലൂയ. അകത്ത് വസിക്കുന്ന ഒരാളായിട്ട് ഹോളി സ്പിരിറ്റിനെ നമുക്ക് 2 കാര്യങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും, 2 രീതിയിൽ. ഹോളി സ്പിരിറ്റ് can dwell with you and Holy Spirit can dwell in you. ഇത് രണ്ടും 2 എക്സ്പീരിയൻസ് ആണ്. When you get saved, when you take baptism, Holy Spirit dwells with you. ഹല്ലേലൂയ. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 17 വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാവും ഹോളി സ്പിരിറ്റ് ഈസ് 2 എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ പഠിക്കാൻ കഴിയും. ഹോളി സ്പിരിറ്റ് ഡ്വെല്ലിംഗ് വിത്ത് യു ആൻഡ് ഹോളി സ്പിരിറ്റ് ഡ്വെല്ലിംഗ് ഇൻ യു. ഹല്ലേലൂയ. അത് ഹോളി സ്പിരിറ്റിൻ്റെ വിഷയമായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ഡ്വെല്ലിംഗ് വിത്ത് എക്സ്പീരിയൻസ് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആകരുത്, ഡ്വെല്ലിംഗ് ഇൻ എക്സ്പീരിയൻസ്. ആത്മാവ് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്ന ഈ അനുഭവത്തിലോട്ട് നമുക്ക് പോകാനായിട്ട് കഴിയണം. ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു മിസ്റ്ററി എന്താണെന്നറിയാമോ? 5:31 എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് നമ്മൾ ഈ കല്യാണത്തിൻ്റെ സമയത്ത് പലപ്പോഴും വായിച്ചു കേൾക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ദാറ്റ് ഈസ് എ മിസ്റ്ററി ഓഫ് ദ ക്രോസ്. ക്രൂശിൻ്റെ ഒരു രഹസ്യമാണ് അവിടെ നമുക്ക്. ആ വാക്യം വായിച്ചേ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ ഫിസിക്കൽ റലമിൽ കല്യാണത്തിന് വായിക്കാൻ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അത് വായിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹല്ലേലൂയ, ക്രൂശിൽ ആക്ച്വലി സംഭവിച്ചത് ഇതാ. യേശു പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്താ? ഹല്ലേലൂയ, അവിടുന്ന് കൈവിട്ടു, അവിടുന്നുള്ള ബന്ധം വിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ, തൻ്റെ ശരീരമായ സഭയോട് താൻ ഒന്നായി ചേർന്നു, അതിൻ്റെ തലയായി മാറി. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദിസ് ഈസ് ദ മിസ്റ്ററി ഓഫ് ദ ക്രോസ്. ഇത് ക്രൂശിൻ്റെ രഹസ്യമാണ്. ചാപ്റ്റർ 6ലേക്ക് പോകുമ്പോൾ ദ ബിലീവേഴ്സ് സ്പിരിച്വൽ വാർഫെയർ. ഹല്ലേലൂയ, ഒരു വിശ്വാസിയുടെ യുദ്ധം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് ചേർച്ചിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ദ സോൾജിയർ ഓഫ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിൻ്റെ ഒരു പടയാളിയായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇതിനകത്തെ മിസ്റ്ററി, ക്രൈസ്റ്റിനെ ദ വൺ ഹു ഈസ് മൈറ്റി ഇൻ ബാറ്റിൽ, ഹോളി സ്പിരിറ്റിനെ ദ ഹെൽപ്പറർ, ഈ യുദ്ധത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, ആത്മാവിൻ്റെ വാളെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട്, സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. 19ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം, ദ മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ. ഹല്ലേലൂയ, സ്തോത്രം. സുവിശേഷത്തിൻ്റെ മർമ്മം, ഈ മർമ്മങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് നമുക്ക് പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ സുവിശേഷത്തിനൊരു മർമ്മമുണ്ട്. എന്താണെന്നറിയോ? സൺ became the servant and that servant became the savior and he is going to come back as king. That's a simple mystery of the gospel. Hallelujah. പുത്രനായിരുന്നു, ദാസനായി, രക്ഷകനായി, ഇനി രാജാവായിട്ട്, മണവാളനായിട്ട്
മടങ്ങി വരും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഈ സുവിശേഷത്തിൻ്റെ ആ ഒരു മർമ്മത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് കഴിയും. നൗ ലെറ്റ്സ് കം. ഇതിനകത്ത് വളരെ കോമൺ ആയിട്ട് കാണുന്ന, ഇറ്റ്സ് നോട്ട് ദെയർ ഇൻ ദ PPT, ഐ കുഡിൻ കംപ്ലീറ്റ് ഇറ്റ്. ഇനിയുണ്ടോ? അടുത്ത സ്ലൈഡ് ഇല്ലല്ലോ. ഐ എം സോറി, യു ക്യാൻ ആഡ് ഓൺ ടു ദിസ് സ്ലൈഡ്. ഐ വിൽ പാസ് ഓൺ ദിസ് വൺ ടു യു, ഓക്കെ, ലേറ്റർ. ഓക്കെ, അപ്പം ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. അതിലേക്ക് ഞാൻ ഒരല്പം മിനിറ്റുകൾ ഞാൻ മുമ്പോട്ട് പോയാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ബട്ട് വി ഷുഡ് നോ ദിസ് സീക്രട്ട്. ഹല്ലേലൂയ, സ്തോത്രം. 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. ഹല്ലേലൂയ. ഈ 5-6 അധ്യായങ്ങളിലും നിറഞ്ഞു കിടന്നിൽക്കുന്ന ദൈവസഭയുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ടുന്ന പരമപ്രധാനമായ ഒരു വിഷയം. ദിസ് ഈസ് ദ ഹോപ്പ് ഓഫ് ദ ചേർച്ച്. ദൈവസഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ ഭയങ്കര പ്രത്യാശ ഇതാണ്. ഹല്ലേലൂയ, സ്തോത്രം. 1-10. ആമേൻ. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർന്നു. Bring everything together in Christ. എല്ലാത്തിനെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന് പറയുന്ന ഒരു വിഷയം ഇതിനകത്ത് ഒരു നാട പോലെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, ദ ബിൽഡിംഗ് ഈസ് ഫ്രെയിംഡ് ടുഗദർ ഗ്രോൺ ടു എ ടെമ്പിൾ. അവിടെയും ഒന്നായി ചേർക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവാണ് കോർണർ സ്റ്റോൺ, താൻ മൂലക്കല്ലാണ്. 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, ക്രിസ്തു മൂലക്കല്ലാണ്. പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന് പറയുന്ന അടിസ്ഥാനമുണ്ട്. വി ആർ ദ ലിവിങ് സ്റ്റോൺസ്. പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ ഒന്നിച്ചൊരു മന്ദിരമായിട്ട് പണിയുകയാണ്. സോ വി അഗെയിൻ ബ്രിങ്ങിങ് ടുഗദർ ആസ് വൺ ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഒരുമിച്ച് കൊണ്ടുവരികയാണ്. 1-ാം അധ്യായത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് ഒന്നിച്ച് കൊണ്ടുവരുന്നു. 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഒരു മന്ദിരമാകേണ്ടതിന് നമ്മളെ ഒന്നിച്ച് കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 6-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ജെന്റൈൽസ് ടു ബിക്കം ലൈക്ക് ജൂസ്. ഹല്ലേലൂയ. യഹൂദനെയും ജാതിയെയും കൂടെ ഒന്നിച്ച് കൊണ്ടുവരികയാണ്. അവൻ വേർപാടിൻ്റെ നടുച്ചുവടിടിച്ച് നീക്കി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. യഹൂദനെയും ജാതി എന്ന് പറയുന്ന 2 കാര്യങ്ങൾ മാത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, 2 ടാക്മാസ് മാത്രം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതിൻ്റെ നടുവിൽ നിന്ന് അതിൻ്റെ വേർപാടിൻ്റെ ഹല്ലേലൂയ നടിച്ചുവർ ഇടിച്ച് നീക്കിയിട്ട് ഇതിനെ 2-നെയും കൂടെ ഒന്നിച്ച് ചേർത്ത് ഹല്ലേലൂയ സംതിങ് ന്യൂ കെയിം ഔട്ട്. ദാറ്റ് ഈസ് ദ ചർച്ച്. 2-നകത്തുനിന്നും കൂടെ ദൈവസഭയെ ദൈവം പുറത്തെടുത്തു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അവൻ നമ്മളെ കൂട്ടവകാശിയാക്കി, ഏകശരീരസ്ഥരാക്കി, ഹല്ലേലൂയ, വാഗ്ദത്തത്തിൽ കൂട്ടാളിയാക്കി. ഹല്ലേലൂയ. ഈ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ പഠിക്കാൻ കഴിയും. 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വൺ ഗോഡ് ആൻഡ് ഫാദർ ഫോർ ഓൾ, അതായത് ഒരു പിതാവ്, ഒരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നിങ്ങളെ ഏകപ്രത്യാശയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്ന എല്ലാം ഏകമാവിടെ കേട്ടോ. 4-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി വിളിച്ചു. ശരീരം ഒന്നാണ്, ആത്മാവ് ഒന്നാണ്, കർത്താവ് ഒരുവനാണ്, വിശ്വാസം ഒന്നാണ്, സ്നാനം ഒന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഹല്ലേലൂയ, സ്തോത്രം. ചാപ്റ്റർ 4 വേഴ്സ് 4 to 6 ആണ് ഞാൻ വായിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. എവ്രിതിങ് is one. ഹല്ലേലൂയ. എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് ഗോഡ് ഈസ് എ ഫാദർ ആൻഡ് വി ആർ ഹിസ് ചിൽഡ്രൻ. ഹല്ലേലൂയ. ഈ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു വിശ്വാസമേ ഉള്ളൂ, ഒരു സ്നാനമേ ഉള്ളൂ. ഒരു പ്രാവശ്യം സ്നാനമെന്നല്ല, ഒറ്റ സ്നാനം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സ്നാനമേ ഉള്ളൂ, ഒരു വിശ്വാസമേ ഉള്ളൂ. കർത്താവ് ഒരാളേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവം ഒരാളേ ഉള്ളൂ, എല്ലാവർക്കും പിതാവ് ഒരാളേ ഉള്ളൂ. വൺ. സ്തോത്രം. ഹല്ലേലൂയ. യുക്തമായി 4-ാം അധ്യായത്തിൻ്റെ 15-17 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാം കൂടെ യുക്തമായി ചേർന്ന് ഏകീഭവിക്കുന്ന ഒരു അനുഭവമുണ്ട്. എവ്രിതിങ് ടുഗദർ. ആ വാക്കുകളൊക്കെ ഒത്തിരി നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. യുക്തമായിട്ട് ചേർന്ന്. എങ്ങനെയാലും ചേർന്നാൽ പറ്റുമോ പാസ്റ്റർ? നമ്മൾ പറയത്തില്ല ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കുമെന്ന്. മുഴയൊന്നും പറ്റത്തില്ല. അതിനാ വെട്ടുകുഴി വെച്ച് തന്നെ. ഇതൊരു വെട്ടുകുഴിയാണ് കേട്ടോ. ഉപവാസ പ്രാർത്ഥന ഒരു വെട്ടുകുഴിയാണ്.
ഹല്ലേലൂയ സ്തോത്രം, കുറവ് ഇവിടെ തീരണം. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ പണിയാൻ തുടങ്ങുമ്പം, ഉപയോഗിക്കാൻ തുടങ്ങുമ്പം ഹല്ലേലൂയ ഒരായുധത്തിൻ്റെ ഒച്ച കേൾപ്പിക്കല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. 5-ാം അധ്യായത്തിലേക്ക് നാം പോകുമ്പോൾ വൺ ബോഡി. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്രൈസ്റ്റ് ഡൈഡ്. 5-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. ക്രൈസ്റ്റ് ഡൈഡ് ആൻഡ് ഹീ ബിക്കെയിം ദ ഹെഡ് ഓഫ് ദ ബോഡി. ഹല്ലേലൂയ. ക്രിസ്തു മരിച്ചിട്ട് ക്രിസ്തു തലയായി, നാം അവൻ്റെ ശരീരമായി. എഗെയിൻ ബിക്കമിങ് വൺ. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നായി മാറുകയാണ്. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അത് ഒത്തിരി വിശദീകരിക്കേണ്ട, ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ടച്ച് ഇറ്റ്. ഹല്ലേലൂയ. ഒരു പടയാളിയുടെ സർവായുധം, ദ ആർമർ ഓഫ് ഗോഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ദെയർ. ഹല്ലേലൂയ. അതിനകത്ത് രക്ഷ എന്ന് പറയുന്ന ഒരു ശിരസ്ത്രമുണ്ട്. ദാറ്റ് ഷോസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുവാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്ന ശിരസ്ത്രമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നീതി എന്ന് പറയുന്ന കവചമുണ്ട്. ജീസസ് ഇസ് ദ റൈച്ചസ്നെസ് ഫോർ us. ക്രിസ്തുവാണ് നമ്മുടെ നീതി എന്ന് പറയുന്നത്. ആൻഡ് സത്യം എന്ന് പറയുന്ന ഹല്ലേലൂയ ഒരു ബെൽറ്റ് ഉണ്ട്. ജീസസ് ഇസ് ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. ഹല്ലേലൂയ. അവൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഹല്ലേലൂയ. ക്രിസ്തുവാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഈ കാലയിലിടുന്ന ചെരുപ്പ് സുവിശേഷം. ഹല്ലേലൂയ. ആരുടേതാണ്? സുവിശേഷം നമ്മൾ പറയുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ വെൻ യു ലുക്ക് അറ്റ് ദാറ്റ് പേഴ്സൺ, when you look at the soldier of Christ, you are not seeing him, but you are seeing the armor of God. You are seeing Christ on him. അപ്പോൾ ക്രിസ്തുവും ഈ വ്യക്തിയും കൂടെ ഒന്നായിട്ട് അങ്ങ് ചേർന്ന് നിന്നിട്ട് ആത്മാവിൻ്റെ വാളൂടെ കയ്യിലെടുക്കുമ്പോഴേ പ്രോപ്പർ ബാറ്റിൽ നടക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ വേഗത്തിൽ ഇത് ഒന്ന് വിശദീകരിക്കുവാൻ, നമ്മുടെ പ്രത്യാശ ഒന്ന് വർദ്ധിപ്പിക്കാൻ ഒരു ഒറ്റ എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ഒന്നായിട്ട് ചേർക്കില്ലേ? ഇപ്പം അതായത് നമ്മളിപ്പോൾ ഒന്നായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ കാണുമ്പോൾ രണ്ടായിട്ട് തോന്നത്തില്ല, ഒന്നാണ്. അല്ലേ? പാലും വെള്ളവും കൂടെ ചേർന്നാൽ പിന്നെ പാലും വെള്ളവും നമുക്ക് പേര് വിളിക്കാവുന്നേ ഉള്ളൂ, പക്ഷെ അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. അത്രയും മേർജ്ഡാണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ആരാണെന്നുള്ളത്. അതാണ് ദൈവസഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒന്ന് വായിച്ച് ഇനിയുള്ള വാക്യങ്ങൾ വായിക്കണം കേട്ടോ. എക്സഡസ് ചാപ്റ്റർ 26 വേഴ്സ് 33. ഒരാൾ എക്സഡസ് 26:33 വായിക്കുമ്പം വേറൊരാൾ മാത്യു ചാപ്റ്റർ 27 വേഴ്സ് 51 വായിക്കണം. ഹല്ലേലൂയ. മാത്യു 27:51 വായിക്കാമോ? പുറപ്പാട് പുസ്തകം 26:33, മത്തായിയുടെ സുവിശേഷം 27:51. കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി, സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്ക് അകത്ത് കൊണ്ടുവന്ന് വെക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നാം ചിന്തിക്കുന്ന വിഷയം എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ഒന്നായി ചേർക്കുക എന്ന് പറയുന്ന വിഷയമാണ്. എല്ലാം ഒന്നാകുക, ബീയിങ് ടുഗദർ ഇൻ ക്രൈസ്റ്റ്, ബീയിങ് യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള വിഷയമാണ് നാം ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹൃദയം ദൈവം പങ്കുവെക്കുകയാണെന്ന് ഓർക്കണം. ഹല്ലേലൂയ. അവിടെ കാണുന്നത് തിരശ്ശീലയുടെ ഉപയോഗം എന്താണ്? തിരശ്ശീല എന്ന് പറയുന്നത് ഹല്ലേലൂയ അതിപരിശുദ്ധ സ്ഥലവും പരിശുദ്ധ സ്ഥലവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സംഭവം. ഇതിനെ രണ്ടാക്കി നിർത്തുന്നത് തിരശ്ശീലയാണ്. തിരശ്ശീലയ്ക്ക് അപ്പുറത്തുള്ളത് ഷെക്കിന ഗ്ലോറി ഇറങ്ങുന്നത് അതിപരിശുദ്ധ സ്ഥലവും, തിരശ്ശീലയ്ക്ക് ഇപ്പുറത്തുള്ളത് വിശുദ്ധ സ്ഥലവും. that veil, that thick veil, the curtain between the holy of holies and the holy place, hallelujah, separates it. Okay, that is the function of that veil. Hallelujah. പക്ഷേ പഴയ നിയമം മുഴുവൻ അങ്ങനെ മറച്ചിട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം കാൽവറിയുടെ നെറുകയിൽ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ തന്റെ ഹിതത്തിന്റെ മർമ്മത്തിനകത്ത് മറച്ചു വെച്ചിരുന്ന ആ സംഭവം വെളിപ്പെടുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? മത്തായിയുടെ സുവിശേഷം 27:51 നമുക്ക് വായിക്കാൻ കഴിയുന്നു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളം
രണ്ടായി കീറി, രണ്ടായി ചിന്തിപ്പോയി. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവം എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് യേശു 2 പ്രാവശ്യം ടെമ്പിൾ ക്ലെൻസ് ചെയ്തു. തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോഴും തൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തിലും. അപ്പോഴെപ്പോഴെങ്കിലും യേശു തിരശ്ശീല തൊട്ടോ? അതിൻ്റെ അകത്തെ പീഠം മറിച്ചിട്ടു. ആടിനെയും കന്നുകാലികളൊക്കെ വിൽക്കുന്നവരെ പുറത്താക്കി. ഹല്ലേലൂയ, സ്തോത്രം. നാണയങ്ങൾ തൂകിക്കളഞ്ഞു. അല്ലെ, നിങ്ങൾ എന്നെ ഇതിനെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ടതിനെ കള്ളന്മാരുടെ ഗുഹയാക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെ തിരശ്ശീല തൊട്ടില്ല. There is a definite time for everything. നമ്മുടെ ജീവിതത്തിൽ ചിലത് കീറാൻ ദൈവം സമയം വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഒന്നും ചെയ്യണ്ട. അതിനു മുമ്പ് യേശു തിരശ്ശീല പിടിച്ച് കീറിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനേയും? ആ കുറ്റം കൂടെ ചുമത്തിയേനെ. അവർക്ക് പറയായിരുന്നു, ഈ മനുഷ്യൻ ഹല്ലേലൂയ പിടിച്ചു കീറിയതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് തുന്നിയിടുവാന്ന്. ഇത് കത്തി മേളിന്ന് വന്നു. ഹല്ലേലൂയ. പാപത്തിൻ്റെ മേൽ വാള് വീണപ്പോൾ ഇവിടെ ഒരു കത്തി വെളിപ്പെട്ടു മേളിന്ന്. ഇപ്പം നിങ്ങൾ നോക്കിയിട്ട് പറ, ഇത് നിങ്ങൾ പിക്ചറൈസ് ചെയ്ത് കാണണം. ഇപ്പം യെരുശലേം ദേവാലയത്തിൽ നോക്കിയിട്ട് പറ, അല്ലെങ്കിൽ ഏതാ വിശുദ്ധ സ്ഥലം, ഏതാ അതിപരിശുദ്ധ സ്ഥലം? നിങ്ങൾ പറയുമായിരിക്കും, അവിടെ ഇരിക്കുന്ന സാധനങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം ഇതെല്ലാം കണ്ടിട്ട് പറയുമായിരിക്കും, കാരണം വിശുദ്ധ സ്ഥലത്താണ് ഹല്ലേലൂയ കാഴ്ചയപ്പത്തിൻ്റെ മേശ, കവരവിളക്ക്, ഹല്ലേലൂയ ധൂപപീഠം, ഇതെല്ലാം ഉള്ളത്, അതുകൊണ്ട് ഇത് വിശുദ്ധ സ്ഥലമാണ്. ഹല്ലേലൂയ. ആ കെരൂബുകളെ അടിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന കൃപാസനം നിൽക്കുന്ന ആ ഷെഖിന ഗ്ലോറി ഇറങ്ങി നിൽക്കുന്ന സ്ഥലം അതിപരിശുദ്ധ സ്ഥലമാണെന്ന് ഒരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കാം. പക്ഷേ there is no separation anymore. It is one. ഇപ്പം അതൊന്നാണ്. ഹല്ലേലൂയ. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാതെ പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനാണെങ്കിൽ ഇതിപ്പോൾ ഒന്നായെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഈ വിശുദ്ധ സ്ഥലത്ത് ഇപ്പം അങ്ങ് കയറുന്ന പോലെ ഇപ്പം അതിപരിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്ക് കയറാമോ? കയറാം. പക്ഷേ പണ്ട് അതിപരിശുദ്ധ സ്ഥലത്ത് എങ്ങനെയാണോ കയറിയിരുന്നത് ആ വിശുദ്ധിയോടെ വിശുദ്ധ സ്ഥലത്ത് കയറണം ഇപ്പം. ബിക്കോസ് ദിസ് ഈസ് വൺ നൗ. The Holy of Holies will not come down to its standard. The holy place has to get upgraded to that standard. അതിപരിശുദ്ധ സ്ഥലം അതിന്റെ സ്റ്റാൻഡേർഡ് വിട്ടുകൊടുക്കത്തില്ല. Are you getting me? ഈ ഹോളി പ്ലേസ് ആ സ്റ്റാൻഡേർഡിലോട്ട് ഉയരണം. തല ക്രിസ്തുവാ. ക്രിസ്തു പാപത്തിന്റെ ശിക്ഷയൊക്കെ വഹിച്ചു, ദാസനായി തീർന്നെന്നൊക്കെ ഉള്ളത് ശരിയാ. പക്ഷേ now when you are united to him, united to the head as a body, the head will never leave his standard. The body has come up to the level of the head standard. അവിടെ വരണം. ഇതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നേ, ദൈവസഭയെക്കുറിച്ച്. ആ സ്റ്റാൻഡേർഡിലോട്ട് നമ്മൾ ഉയരണം. ഈ ഉപവാസ പ്രാർത്ഥനയൊക്കെ അതിനകട്ടോ. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് വിശുദ്ധിയിൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നായിട്ട് ചേർന്നാൽ പിന്നെ നോക്കുമ്പം ഇത് ക്രിസ്തുവാണോ ഷീജയാണോ എന്ന് മനസ്സിലാകരുത്. ആകരുത്. ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഇറ്റ് ഷുഡ് ബി. എന്താകണം? ക്രിസ്തുവിനെ കാണണം. സ്തോത്രം. നിത്യതയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു ഗ്ലിംസ് ഞാൻ നിങ്ങൾക്ക് തരാം. സ്തോത്രം. വായിച്ചേ, ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. മറ്റൊരാൾ റെവലേഷൻസ് ചാപ്റ്റർ 1:15 എടുക്കണം. വേറൊരാൾ എസക്കിയേൽ ചാപ്റ്റർ 43:2. 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ദാനിയേൽ പ്രവചനം, ഡാനിയേൽ ചാപ്റ്റർ 10:6, റെവലേഷൻസ് 1:15, എസക്കിയേൽ ചാപ്റ്റർ 43:2. അവൻ്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും
കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും ഇരുന്നു. ഇത് പഴയ നിയമത്തിലെ ക്രിസ്തുവിന്റെ വെളിപ്പാടാ. അതിനകത്തൊറ്റ ഭാഗം ഞാൻ സ്പർശിക്കുകയാണ്. അവന്റെ ശബ്ദം, his voice, his sound was like the voice of a multitude. Keep that in your mind. Hallelujah, സ്തോത്രം. അത് hallelujah, ഒരു പുരുഷാരത്തിന്റെ ശബ്ദം പോലെ. ഇത് ആരുടെ ശബ്ദമാ പറഞ്ഞേ? ക്രിസ്തുവിന്റെ ശബ്ദം ഇത് ആണോ? എനി ഡൗട്ട് ഇല്ലല്ലോ. ദൈവത്തിന്റെ ശബ്ദമായത്. ഓക്കെ, റെവലേഷൻ ചാപ്റ്റർ 1:15. വെള്ളോട്ടിന്റെ സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. സൗണ്ട് ഓഫ് മെനി വാട്ടേഴ്സ്. ഈ വോയിസ് ഓഫ് ദ മൾട്ടിറ്റ്യൂഡ് ആൻഡ് സൗണ്ട് ഓഫ് മെനി വാട്ടേഴ്സ് പഴയ നിയമത്തിൽ രണ്ടിടത്തുണ്ട്. എഹെസ്കേൽ പ്രവചനം 43:2 ഉണ്ട്. ഞാൻ വായിക്കണ്ട. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇത് രണ്ടും ക്രിസ്തുവിൻ്റെ ശബ്ദമായിട്ടാണല്ലോ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. യെസ്. നൗ ലെറ്റ്സ് ടേൺ അവർ ബൈബിൾസ് ടു റെവലേഷൻസ് ചാപ്റ്റർ 19:6. 19-ാം അധ്യായത്തിലേക്ക് പോയി. ഹല്ലേലൂയ. യെസ്. ഓ, ആമേൻ, ഹല്ലേലൂയ. സിംഹാസനത്തിൽ നിന്നൊരു ശബ്ദം പുറപ്പെട്ടു വന്നു. എന്താണ്? സിംഹാസനത്തിൽ നിന്നൊരു ശബ്ദം പറഞ്ഞു, നമ്മുടെ ദൈവത്തിൻ്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് വന്നപ്പം ഇവിടുന്ന് തിരിച്ചൊരു ഹല്ലേലൂയ മുഴങ്ങി. ആ ഹല്ലേലൂയയുടെ ശബ്ദം, ഹല്ലേലൂയ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് വാസ് ലൈക്ക് ദ വോയിസ് ഓഫ് എ ഗ്രേറ്റ് multitude and hallelujah voice of many waters. hallelujah, സ്തോത്രം, സ്തോത്രം. ഈ രണ്ട് വാക്കുകൾ നമ്മൾ ആരുടെ ശബ്ദമായിട്ടാ വായിച്ചത്? ദൈവത്തിന്റെ ശബ്ദമായിട്ടാണ്. ഹല്ലേലൂയ. പുരുഷാരത്തിന്റെ ഘോഷം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം ക്രിസ്തുവിന്റെ ശബ്ദമായിരുന്നു. എന്നാൽ ഇവിടെ ഇതാ ഹല്ലേലൂയ, സ്തോത്രം, തന്റെ ഭക്തന്മാർ ഹല്ലേലൂയ നിത്യതയിൽ മുഴക്കുമ്പോൾ ആ ശബ്ദം ഹല്ലേലൂയ കേൾക്കുന്നവർക്ക് പുരുഷാരത്തിന്റെ ഘോഷം പോലെയും ഹല്ലേലൂയ തകർത്ത ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമാ തോന്നുന്നത്. കാരണം ഹല്ലേലൂയ they are one in Christ, one in Christ. ഹല്ലേലൂയ. ഇപ്പ ശബ്ദം കേട്ടാൽ സ്വർഗത്തിലുള്ളവർക്കൊരു സംശയം. അങ്ങനെ ഇല്ല കേട്ടോ. ഇത് സംസാരിക്കുന്നത് ക്രിസ്തുവോ അതോ തൻ്റെ മണവാട്ടിയോ? ബിക്കോസ് ഇറ്റ് സൗണ്ട്സ് ദ സെയിം. ഒരുപോലെയാ കേൾക്കുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ വെളിപ്പാട് പുസ്തകം എഴുതി വെച്ചപ്പോൾ അപ്പോസ്തലൻ എഴുതി വെച്ചു, ഞാൻ 1-ാം അധ്യായത്തിൽ കേട്ടത് ക്രിസ്തുവിൻ്റെ ശബ്ദമാണെങ്കിൽ 19-ാം അധ്യായത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ തൻ്റെ ഭക്തന്മാരുടെ ശബ്ദവും ആ ശബ്ദവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം ഒന്നായി ചേർക്ക. ദിസ് ഈസ് ദ മിസ്റ്ററി ആൻഡ് ദിസ് ഈസ് ദ ഹോപ്പ് ഓഫ് അവർ കോളിംഗ് ആൻഡ് ദിസ് ഈസ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടമായത്. ഒരുപാട് ഭാഗം കൂടെ ഞാൻ വായിപ്പിക്കാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് പോയി. 14-ാം അധ്യായത്തിൽ പോകുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. റെവലേഷൻസ് ചാപ്റ്റർ 14:1-4. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു.
ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമീട്ടുന്നത് പോലെ ആയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഇതാരുടെ ശബ്ദമാ? ദിസ് ഈസ് ദ വോയിസ് ഓഫ് ദ ബ്രൈഡ്. അയ്യോ, ഹല്ലേലൂയ, സ്തോത്രം. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ മറഞ്ഞു കിടപ്പുണ്ട്. ഹല്ലേലൂയ, താന്താങ്ങളുടെ നിരയിലുള്ള ഒരു ഇരിപ്പ് അവിടെയുണ്ട്. പക്ഷേ ഈ കൂട്ടരാരാണെന്നറിയാമോ? ഈ കൂട്ടർ കുറിച്ച് പറയുന്നത് അവർ സിയോൻ മലയിൽ കുഞ്ഞാടിനോടൊപ്പം ഗമിക്കുന്നവരാണ്. ഹല്ലേലൂയ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും പോകുന്നവരാണ്. മറ്റാർക്കും പഠിക്കാൻ പറ്റാത്ത പാട്ട് പഠിച്ചവരാണിവർ. ഹല്ലേലൂയ, സ്തോത്രം. The highest level in eternity, these people are sharing His glory, His voice. Hallelujah. ദൈവമക്കളെ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അവൻ്റെ ശരീരമായി, അവൻ്റെ മന്ദിരമായി, അവൻ്റെ മണവാട്ടിയായി, അവനിൽ മറഞ്ഞു കിടന്ന മർമ്മമായി, അവൻ്റെ പടയാളിയായി, ഹല്ലേലൂയ, അവനിൽ പുതിയ മനുഷ്യനായി, സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം ഒന്നായി ചേർക്കുന്ന നാളിൽ ഇതുപോലെ ഒന്ന് ഇഴുകിച്ചേരാൻ കർത്താവേ എന്നെയും കൂടെ സഹായിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? We haven't reached anywhere, but there is a hope that we can. നമുക്ക് പറ്റും എന്നുള്ള ഒരു കാര്യം പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് എൻകറേജ് ചെയ്യുകയാണ്. ആഗ്രഹമുണ്ടോ? കർത്താവേ, അതുപോലെ ഒന്നായി നിൽക്കുന്ന അനുഭവം. എൻ്റെ ശബ്ദം കേട്ടാൽ ക്രിസ്തുവിൻ്റെ ശബ്ദമായിട്ട്, എൻ്റെ നോട്ടം കണ്ടാൽ യേശുവിൻ്റെ നോട്ടം പോലെ, ഞാനൊരിടത്ത് ചെന്നാൽ ആ വീട്ടിൽ യേശു ചെന്നതുപോലെ. വി ആർ റീഡെഡിക്കേറ്റിംഗ് അവർ ലൈഫ് വൺസ് അഗെയിൻ. കർത്താവിനോട് പറ, കർത്താവേ, വെറുതെ അല്ലല്ലോ അങ്ങ് ഈ വചനം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തി തന്നത്. എനിക്ക് ആഗ്രഹമുണ്ടെന്നൊന്ന് പറയാമോ? എനിക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം.